ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്ക് അർച്ചനയും കുഞ്ഞിനെയും ഒന്ന് കാണണം. അർച്ചനെ ഇപ്പൊ കാണാൻ പറ്റില്ല. കുഞ്ഞിനെ കാണാം. എന്താ? കുഞ്ഞിനെ ഒന്ന് കാണാൻ പറ്റുമോ? ഇപ്പൊ പറ്റില്ല കേട്ടോ. എന്താ സച്ചിട്ടാ ഇത്? ഇങ്ങനെ വിഷമിക്കാൻ വേണ്ടി ഒന്നുമില്ല. പ്രീമേച്ചർ ബേബീസിനെ എല്ലാം ഇങ്ങനെ തന്നെ എല്ലാവരും കെയർ ചെയ്യുന്നത്. കുറച്ചു ദിവസം കഴിയുമ്പോ എല്ലാം ശരിയാവും. ഞാനിതുവരെ എന്റെ കുഞ്ഞിനെ ഒന്ന് എടുത്തിട്ട് പോലുമില്ല. ഞങ്ങള് ഒരുപാട് ആഗ്രഹിച്ചു കിട്ടിയതാ. എല്ലാം എനിക്കറിയാം. ഒരച്ഛനാവുന്നത് അത്രയ്ക്ക് എളുപ്പമല്ലാന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? സച്ചിയേട്ടാ, ഞാൻ പറഞ്ഞില്ലേ, വിഷമിക്കല്ലേ. ഇതൊക്കെ എല്ലാ മനുഷ്യരും കടന്നു പോകുന്ന ജീവിതത്തിന്റെ ഓരോ അവസ്ഥകളാണ്. സച്ചിയേട്ടന് ഇത്രയ്ക്ക് സങ്കടമുണ്ടെങ്കിൽ ഇത്രയും നാളെ കുഞ്ഞിനെ വയറ്റിൽ ചുമന്ന് സർജറിയുടെ പെയിനൊക്കെ അനുഭവിച്ച് കിടക്കുന്ന അർച്ചനയ്ക്ക് എന്തുമാത്രം വിഷമമുണ്ടാവും. ദൈവം രണ്ടുപേരെയും തിരിച്ചു തന്നില്ലേ? അത് തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യല്ലേ? അർച്ചനയും കുഞ്ഞും എന്റെ ജീവന്റെ ഭാഗമാണ്. സച്ചേട്ടനെ അർച്ചനയെ അത്രയേറെ സ്നേഹിക്കുന്നതുകൊണ്ടാ ദൈവം രണ്ടുപേരെയും തിരിച്ചു തന്നത്. അങ്ങനെ വിചാരിച്ചാ മതി. അപ്പൊ പിന്നെ അതിൽ സന്തോഷിക്കല്ലേ വേണ്ടത് സച്ചേട്ടാ? ഞങ്ങളുടെ പെരുവണ്ണാപുരത്ത് ഒരു ഉണ്ണിക്കണ്ണനുണ്ട്. ആ ഉണ്ണിക്കണ്ണന് ഞാനൊരു വെണ്ണ നേർച്ച നടത്തുന്നുണ്ട്. സച്ചേട്ടന്റെ അർച്ചനയ്ക്കും കുഞ്ഞിനും വേണ്ടി. അവർക്കൊന്നും സംഭവിക്കില്ല. ധൈര്യമായിട്ടിരിക്കും സച്ചേട്ടാ. ഞാനല്ലേ പറയുന്നത്. സച്ചേട്ടന് എന്തേലും നേർച്ച ഉണ്ണിക്കണ്ണന് നേർന്നോളൂ. കണ്ണൻ കാത്തോളൂ. എനിക്ക് അത്ര അനുഭവമുള്ളതാ. ഇവിടെ നിന്നാ ഇനിയും വിഷമാവും. സച്ചേട്ടൻ വന്നേ. പിന്നെ ലച്ചു, ഗോവിന്ദന് സുഖമാണോ?